മുത്തശ്ശിയും കഴിക്കേ. നല്ല ടേസ്റ്റും അല്ല മുത്തശ്ശി? അതെ, പട്ടിണി കിടന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോ നല്ല ടേസ്റ്റാ. അതിന് നമ്മള് പട്ടിണി അല്ലല്ലോ. നമ്മള് തന്നെ പട്ടിണി കിടക്കണോന്ന് എന്താ നിർബന്ധം? നിന്റെ അച്ഛനും അമ്മയും പട്ടിണി കിടക്കല്ലേ? ആ പട്ടിണി ഓർത്ത് ഓരോ പിടി വായിൽ വെച്ച് നോക്കാം, നല്ല രസം ഉണ്ടാവും. ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അച്ഛനമ്മ ഒരിക്കലും കഴിക്കില്ലേ? എടി, പട്ടിണി കിടന്ന് ചാകട്ടെ രണ്ടെണ്ണോ. നിന്നെ തള്ളിക്കളഞ്ഞ് രാധികയെ സ്നേഹിച്ചതിനെ അനുഭവിക്കട്ടെ രണ്ടാളും. മോക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാ മുത്തശ്ശി ഉണ്ടാക്കിയോ വരുത്തിയോ തന്നോളാം. അച്ഛനമ്മമാരുടെ മുന്നിൽ നിരാഹാരം, മുത്തശ്ശിയുടെ മുന്നിൽ ഏത് നേരവും ആഹാരം. കേട്ടല്ലോ? അതെ, മുത്തശ്ശിക്ക് ഐഡിയ ഒക്കെ എവിടുന്ന് കിട്ടുന്നു? പണ്ടത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? പിന്നെ നീ എന്താ വിചാരിച്ചത്? ഇതൊക്കെ നിന്റെ തലമുറ തുടങ്ങി വെച്ചതാണെന്നാണോ? ഹെടി, പണ്ട് ഞാൻ എന്റെ ആയ കാലത്ത് കാണിച്ചു കൂട്ടിയതൊന്നും നിന്നെ കൊണ്ട് കൂട്ടിയേ കൂടില്ല. അതുകൊണ്ടേ നീ അങ്ങ് മിണ്ടാതിരുന്ന് കഴിച്ചു. ആ പിന്നെ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കൈയും മുഖമൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴുകണം. യശോദയോ ദേവനോ മണം പിടിക്കാൻ പാടില്ല. അതൊക്കെ ഞാൻ സൂക്ഷിച്ചോളാം മുത്തശ്ശി. ആ, കുറച്ചു കാലം അഭിനയിക്കാനൊക്കെ നടന്നല്ലേ ഞാൻ. സിനിമയിൽ എനിക്കൊരു ഭാവി ഉണ്ടായില്ലെങ്കിലും ഈ അഭിനയം ഞാൻ കലക്കും. അച്ഛനെ രക്ഷിക്കാന്ന് ഉറപ്പ് പറഞ്ഞിട്ട് നിനക്ക് പറ്റിയില്ലല്ലേ? അമ്മ, പ്രിയങ്കയുടെ ഓർമ്മയൊന്നും ഓക്കെ ആവുകയേ വേണ്ടു. അത് കഴിഞ്ഞ് അവള് കോടതിയിലെത്തിയ അച്ഛന് പുറത്തു വരാം. അച്ഛൻ എന്താടാ പറഞ്ഞത്? അച്ഛന് ടെൻഷനൊന്നും ഇല്ലമ്മേ. അച്ഛൻ പുറത്തു വരുന്നതോടെ അച്ഛന്റെ നിരപരാധിത്വം എല്ലാവർക്കും മനസ്സിലാവില്ലമ്മേ. കണിമംഗലം ചന്ദ്രശേഖരന്റെ പുറത്തു വീണിരിക്കുന്ന നാണക്കേടുകളൊക്കെ നമ്മൾ തുടച്ചു നിൽക്കും. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു, പക്ഷേ അമ്മ പ്രതീക്ഷ കൈവിടല്ലമ്മേ. ആ പിന്നെ, ഞാൻ ജയിലിൽ പോയി അച്ഛനെ കണ്ടിരുന്നു. അച്ഛന് കുറച്ച് പണം വേണോന്ന് പറഞ്ഞു. ജയിലിൽ എന്തിനാ മോനെ പണം? അമ്മ, ജയിലിനകത്ത് നിന്ന് എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ സാധിക്കാനുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. അതിന് കൈമടക്ക് കൊടുക്കാനും മറ്റോ ആയിരിക്കും. ജയിലിൽ അങ്ങനെ ചില ഇടപാടുകളൊക്കെ ഉണ്ടമ്മേ. എന്റെ അക്കൗണ്ടില് ക്യാഷ് ഒന്നും ബാക്കിയില്ല. അച്ഛന്റെ കാര്യങ്ങൾക്ക് ഓടി ഓടി അതൊക്കെ ചെലവായി. അല്ല, അമ്മയുടെ കയ്യിൽ വല്ലതും ഉണ്ടോ? എനിക്ക് എവിടുന്ന കാശ്? എന്റെ കയ്യിലൊന്നുമില്ല. പിന്നെ എന്ത് ചെയ്യോ അമ്മേ? അച്ഛനോട് പണം എത്തിക്കാന്ന് ഞാൻ പറഞ്ഞും പോയി. അച്ഛനാ പ്രതീക്ഷയില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. നമ്മളെ ഇത്ര നല്ല നിലയിൽ കൊണ്ടുവരുന്ന അച്ഛന് വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അമ്മേ. ചന്ദ്രേട്ടനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റിവെക്കാനൊന്നും പറ്റില്ല. നടന്നേ പറ്റൂ. ഇനിയൊരു വഴിയേ ഉള്ളൂ. നീ എന്റെ കൂടെ വാ. എന്തിനാ അമ്മേ? പണം ഇല്ലെങ്കിൽ പണം ഉണ്ടാക്കണം. ഇത് കണിമംഗലല്ലേ, ഇവിടെ പണത്തിന് ഒരു ക്ഷാമവുമില്ല. നീ വാ, നീ എന്റെ കൂടെ വാ. തൽക്കാലം ഇത്രയും മതി. അമ്മേ, ഇത് അവർക്ക് കൊടുക്കാനേ തികയുള്ളൂ. എന്റെ ഒരു 5 പൈസ ഇല്ല അമ്മേ. കുറച്ചുകൂടെ താമേ.
നിമിഷം പോലും ഇവിടെ നിൽക്കരുത്. രക്ഷപ്പെട്ട് പൊക്കോ. ഓ ശരി. ഓ അമ്മ പതുക്കെ. ഞാൻ വരില്ല. ആ. മുത്തശ്ശിയുടെ മുന്നിൽ കൊണ്ടുപോയി എന്നെ നാണം കെടുത്താൻ വേണ്ടിട്ടില്ലേ? എന്ത് നാണം കെടുത്താൻ? വേണ്ട, അവിടെ കൊണ്ടുപോയിട്ടേ രണ്ടുപേരും കൂടി കുഞ്ഞുങ്ങളുടെ കാര്യം പറയും, അർത്ഥം വെച്ച് ചിരിക്കും. എനിക്കറിയാം നാണം കെടാൻ വേണ്ടിട്ട്. അതെ, നോക്ക്, മുത്തശ്ശി നമ്മളെ കുറിച്ചല്ലാതെ വേറെ ആരെ കുറിച്ചാ സ്വപ്നം കാണുന്നേ? എടോ, എപ്പോഴും മുത്തശ്ശി പറയുന്നത് കേട്ടിട്ടില്ലേ, എടവും വലവും നിങ്ങൾ രണ്ടുപേരും നിൽക്കുന്നുകൊണ്ടാ ഞാൻ ഇത്രയും എനർജറ്റിക് ആയിട്ട് നടക്കുന്നതെന്ന്. മുത്തശ്ശി നമ്മുടെ കമ്പനിയല്ലേ, ചങ്ക് ഫ്രണ്ട്. അതൊക്കെ ഞാൻ സമ്മതിച്ചു. മുത്തശ്ശിയും കൊച്ചുമോനും അങ്ങനെയാണ്. പക്ഷേ ഞാൻ മുത്തശ്ശിയോട് നല്ല ബഹുമാനത്തിലാ പെരുമാറുന്നത്. അല്ല, ബഹുമാനത്തിന്റെ കാര്യമൊന്നും പറയണ്ട. എനിക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ എത്രയും ബഹുമാനമുണ്ടോ അത്രയും ബഹുമാനം എനിക്ക് മുത്തശ്ശിയോടും ഉണ്ട്. പിന്നെ കൂട്ടുകാരെ പോലെ പെരുമാറുന്നത് അതെ മുത്തശ്ശി എനിക്ക് തരുന്ന ഫ്രീഡമാണ്. ആദ്യമൊക്കെ എനിക്ക് മടിയായിരുന്നു കേട്ടോ. പിന്നെ പതുക്കെ പതുക്കെ അതൊക്കെ അങ്ങോട്ട് ശീലമായി.